പ്രിയ മിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ആവശ്യാർത്ഥം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരമ്മയുടെയും മകന്റെയും കഥയാണ്. താല്പര്യമുള്ളവർ വീഡിയോ മൊത്തമായി കാണുക, താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോകേണ്ടതാണ്. കഥ ആരംഭിക്കാം. നന്ദു, എടാ നന്ദു, ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. ഉറക്കച്ചവടോടെ ലൈറ്റ് ഇട്ടു. ക്ലോക്കിൽ സമയം നോക്കിയപ്പോൾ വൈകുന്നേരം 5 മണിയാകാറായി. ഡാ, നീ എവിടാ? ഉറക്കം കഴിഞ്ഞില്ലേ? വീണ്ടും വിളി വന്നു. അമ്മ ജോലി കഴിഞ്ഞു വന്നു. ശബ്ദം കേട്ടിട്ട് മുറ്റത്തു നിന്നാണ് അമ്മ വിളിക്കുന്നത്. അയ്യോ, അപ്പോഴാണ് ഞാൻ ഓർത്തത്, ക്ലാസ് കഴിഞ്ഞു വന്നാൽ അശയിൽ കഴുകിയിട്ടിരിക്കുന്ന തുണി പറക്കിയിടാൻ അമ്മ എന്നെ ഏൽപ്പിച്ചായിരുന്നു. ഞാൻ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി. മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഞാൻ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വേഗം ഓടിച്ചെന്ന് വാതിൽ തുറന്നു മുറ്റത്തേക്ക് ചെന്നു. എവിടായിരുന്നടാ നീ ഇതുവരെ? എന്തൊരു ഉറക്കമാടാ! ഈ വൈകിട്ട് ആൺപിള്ളേർ കിടന്ന് ഇങ്ങനെ ഉറങ്ങുമോടാ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് തുണി പറക്കിയിടണമെന്ന്? അമ്മ തുണികൾ മടക്കിയെടുക്കുന്നതിനിടെ അല്പം ദേഷ്യത്തോട് പറഞ്ഞു. ഞാനൊന്നും മിണ്ടാതെ തൊട്ടപ്പുറത്തെ അശയിൽ നിന്ന് തുണികൾ ഓരോന്നായി മടക്കിയെടുത്തു. വാഷിംഗ് മെഷീൻ കുറച്ചു ദിവസമായി കേടായിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഒരാളെ വിളിച്ചുകൊണ്ട് വന്ന് ശരിയാക്കിയത്. കുറെ തുണികൾ ടെറസിലിട്ടിട്ടുണ്ട്. സ്ഥലപരിമിതി കൊണ്ടും രാവിലെ നല്ല വെയിലുള്ളത് കൊണ്ടും പെട്ടെന്ന് ഉണങ്ങി കിട്ടേണ്ടതും ബാക്കിയുള്ള തുണികൾ മുറ്റത്ത് സൈഡിലായി ഒരു അശ കെട്ടി അതിലിട്ടു. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഒന്ന് മയങ്ങിപ്പോയി. ഇപ്പോഴത്തെ കാലാവസ്ഥയും ഉറക്കത്തിന് പറ്റിയതായിരുന്നു. രാവിലെ നല്ല വെയിലാണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും കിഴക്ക് കോളുകൊണ്ട് നല്ല മഴ ആരംഭിക്കും. രാത്രിയിലാണെങ്കിൽ നല്ല മഞ്ഞുമായിരിക്കും. ചിലപ്പോൾ നാളെ നോക്കിയാൽ പിന്നെ ഒരാഴ്ച മഴയേ ഉണ്ടാകില്ല. ഞങ്ങൾ രണ്ടുപേരും തുണികളെല്ലാം പറക്കിയെടുത്ത് വേഗം വരാന്തയിലേക്ക് കയറി. പകുതി തുണികളും മൊത്തം നനഞ്ഞിരുന്നു. ഞാനും അമ്മയും ആ മഴയത്ത് നല്ലപോലെ നനഞ്ഞു കുളിച്ചു. തുണികളെല്ലാം കൂടി വരാന്തയിൽ കിടന്ന കസേരയിൽ കൊണ്ടുവന്നിട്ടു. നീ എന്തെടുക്കുമായിരുന്നു? അമ്മ ദേഷ്യത്തോടെ എന്നോട് ചോദിച്ചു. ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു, ഞാൻ ഉറങ്ങിപ്പോയി. അത്രയും പറഞ്ഞ് മുഖം കടിപ്പിച്ച് അമ്മ അധികം നനയാത്ത തുണികൾ വേറെ എടുത്ത് മറ്റൊരു കസേരയിലിട്ടു. എന്നിട്ട് നനഞ്ഞ് വെള്ളം ഇറ്റു വീണുകൊണ്ടിരുന്ന തുണികൾ ഓരോന്നായി എടുത്ത് സ്റ്റെപ്പിന്റെ അടുത്ത് ചെന്ന് പിഴിയാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അമ്മയെ ശ്രദ്ധിച്ചത്. രാവിലെ ഉടുത്തോണ്ട് പോയ സാരി ആകെ നനഞ്ഞ് അമ്മയുടെ ദേഹത്തൊട്ടിപ്പിടിച്ചിരിക്കുന്നു. തിരിഞ്ഞു നിൽക്കുമ്പോൾ ആര് കണ്ടാലും കണ്ണു വെക്കുന്ന അമ്മയുടെ പിന്നഴകിലായിരുന്നു ആദ്യം എന്റെ കണ്ണുകൾ ഉടക്കിയത്. അതിലൊന്ന് തൊട്ടു നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് സോഫ്റ്റ് ആയിരിക്കും അത്! ഹോ, അതിങ്ങനെ കാണുമ്പോൾ പിടിച്ച് ഞെരിക്കാൻ തോന്നുന്നു. പിൻഭാഗം കണ്ടു കൊതി തീർന്നില്ലെങ്കിലും എന്റെ കണ്ണുകൾ മുകളിലേക്ക് ഇഴഞ്ഞു. നല്ല വെളുത്തുകൊഴുത്ത ശരീരമാണ് അമ്മയ്ക്ക്. നനഞ്ഞു ചുരുണ്ടുകൂടിയിരിക്കുന്ന സാരി കുറച്ചുകൂടി താഴ്ന്ന് അമ്മയുടെ ചെറുമടക്കുകൾ, അരയുടെ പുറംഭാഗം, അല്പം ഇറക്കി വെട്ടിയ ബ്ലൗസിന്റെ ആ കഴുത്ത്, അതിൽ ബ്ലൗസിന്റെ വിടവിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുതുക്, കെട്ടിവെച്ച മുടി. പിഴിഞ്ഞ തുണിയൊന്ന് കുടഞ്ഞതിന് ശേഷം അമ്മ തിരിഞ്ഞു നിന്നു. കുടഞ്ഞപ്പോൾ അമ്മയുടെ പിൻഭാഗം അടക്കം ദേഹമാസകലം ഒന്ന് തുളുമ്പി. അത് കണ്ട് എനിക്ക് ആകെ തരിച്ചു കയറി. ഒന്നുകിൽ തല തോർത്ത്, അല്ലെങ്കിൽ അത് പിഴിഞ്ഞു കളഞ്ഞ് വേഗം കുളിക്കാൻ നോക്ക്. വെറുതെ തലയിൽ വെള്ളം താണ് പനി വരുത്തി വെക്കണോ? തിരിഞ്ഞെന്നെ നോക്കി അമ്മ പറഞ്ഞു. ഞാനാണെങ്കിൽ അമ്മ തിരിഞ്ഞപ്പോൾ വെറുതെ നിൽക്കുകയായിരുന്നു. പിന്നെ നോക്കി നിൽക്കാതെ ഞാനും അമ്മയുടെ കൂടെ ബാക്കിയുള്ള തുണി പിഴിഞ്ഞെടുത്തു. എന്നിട്ട് അധികം നനയാത്ത തുണികൾ ഓരോന്നോരോന്നായി എടുത്ത് കയ്യിലെടുത്തു വെച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ എന്റെ കണ്ണുകൾ വീണ്ടും അമ്മയിൽ ഉടക്കി. സാരിയുടെ തലപ്പ് അരയിൽ കുത്തിവെച്ചാണ് അമ്മ നിൽക്കുന്നത്. അമ്മയുടെ ആ വെളുത്തു തുടുത്ത ഒതുങ്ങിയ വയറും, അതിൽ തീരെ ചെറുതല്ലാത്ത വൈശാലിയും, സാരി അല്പം മാറി പകുതിയും പുറത്തായ നനഞ്ഞൊട്ടിയ ബ്ലൗസിൽ തെളിഞ്ഞു കാണാവുന്ന മുഴുത്ത ആ മാതള നാരങ്ങകളും എല്ലാം ഇത്ര അടുത്ത് കണ്ടിട്ട് കുറച്ചു നാളായി. ഇങ്ങനെ പോയാൽ എന്റെ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും കാണിക്കുമോ എന്ന് പേടിച്ച് ഞാൻ നോട്ടം അമ്മയുടെ മുഖത്തേക്ക് മാറ്റി. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകുന്ന വട്ടമുഖമാണ് അമ്മയ്ക്കുള്ളത്. തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ടും, വെളുത്തു തുടുത്ത കവിളുകളും, നീണ്ട മൂക്കും, മഴ നനഞ്ഞ് കൺമഷി പിടർന്ന കണ്ണുകളും. നല്ല അടിപൊളി ഒരു പീസ് തന്നെയാണ് എൻ്റെ അമ്മ. പെട്ടെന്നായിരുന്നു അമ്മ എന്നെ നോക്കിയത്. അമ്മയുടെ ആരെയും ആകർഷിക്കുന്ന ആ സൗന്ദര്യത്തിൽ മയങ്ങി പെട്ടെന്ന് നോട്ടം മാറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നെ നോക്കിയ ശേഷം അമ്മ സ്വയം അമ്മയുടെ ദേഹത്തേക്ക് നോക്കി ചൂളിയ അമ്മ വേഗം അരയിൽ കുത്തിവെച്ച സാരിത്തല പഴിച്ചു മാറ്റി എന്നെ ഒന്ന് കടുപ്പിച്ചു നോക്കി. ഇനി അവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ലെന്ന് തോന്നിയ ഞാൻ
കയ്യിലുള്ള തുണികളുമായി അകത്തേക്ക് നടന്നു. നിക്ക്! അമ്മ പെട്ടെന്ന് എന്നെ പുറകിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഞാൻ പതിയെ പുറകിലേക്ക് നോക്കി. ഇത് നീ ടെറസിലേക്ക് കൊണ്ടുപോ, ഞാൻ അങ്ങോട്ട് വരാം. ശരിക്കുണങ്ങാത്ത തുണികൾ അമ്മ എന്റെ നേരെ നീട്ടി. അത് കണ്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഞാൻ അമ്മയുടെ കൈകളിൽ നിന്ന് തുണികളും വാങ്ങി സ്റ്റെപ്പ് കയറി എന്റെ ഡ്രസ് റൂമിലെ ബെഡിൽ വെച്ചിട്ട് ടെറസിലേക്ക് പോയി. ടെറസിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. അവിടെ തന്നെ അശയുമുണ്ട്. മേലെ അലൂമിനിയം ഷീറ്റ് വെൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ പഴയ ആക്രികളെല്ലാം കൂട്ടിയിട്ടേക്കുവാണ്. ഞാൻ ഉണങ്ങാത്ത തുണികളെല്ലാം വാഷിംഗ് മെഷീന്റെ മുകളിൽ വെച്ച് അശയിൽ നിന്ന് ഉണങ്ങിയ തുണികൾ ഓരോന്നോരോന്നായി എടുക്കാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ അമ്മയുടെ കുറച്ച് അടിവസ്ത്രങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പുറത്ത് കാലനക്കം കേട്ടപ്പോൾ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അവിടെ നിന്ന് മാറി അപ്പുറത്തെ അയയിലെ തുണികൾ എടുത്ത് ഉണങ്ങിയോ എന്ന് നോക്കി കയ്യിലെടുത്തു വെച്ചു. അമ്മ അവിടേക്ക് കയറി വന്നു. സാരി മാറി ഒരു നൈറ്റിയാണ് വേഷം. കയ്യിൽ അഴിച്ച സാരിയും അടിപ്പാവടയും എല്ലാം കൂടിയുണ്ട്. വാഷിംഗ് മെഷീന്റെ മുകളിലെ തുണി മാറ്റി അടപ്പ് തുറന്ന് അമ്മ കൊണ്ടുവന്ന സാരിയും മറ്റും എടുത്ത് അതിലേക്ക് അലക്കാനായി ഇട്ടു. നീ കുളിച്ചതാണോ? ഇല്ലമ്മേ. എങ്കിൽ അതവിടെ വച്ചേക്ക്, ഞാൻ ചെയ്തോളാം. നീ പോയി കുളിക്കാൻ നോക്ക്. ഉണങ്ങിയ തുണി അവിടെയുള്ള ഇസ്തിരിയിടുന്ന ടേബിളിൽ വെച്ച ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് നടന്നു. ഞാൻ ബാത്റൂമിൽ കയറി എൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി കുളിക്കാൻ തുടങ്ങി. നന്ദു, നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സിങ് ഇതാ, പെട്ടെന്ന് അമ്മ ബാത്റൂമിന്റെ പുറത്തു നിന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വേഗം തോർത്തെടുത്തെടുത്ത് ഡോർ തുറന്ന് അഴിച്ച് ഡ്രസ്സ് എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. നിനക്ക് ബാത്റൂമിൽ എന്തായിരുന്നടാ പരിപാടി? അമ്മ എന്നെ ഒന്ന് നോക്കി നിന്നിട്ട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഉടുത്തിരിക്കുന്ന തോർത്ത് പൊങ്ങി നിൽക്കുന്ന കാര്യം ഓർത്തത്. അമ്മ വിളിച്ച വെപ്രാളത്തിൽ പെട്ടെന്ന് തോർത്തെടുത്തെടുത്ത് വരികയായിരുന്നു. ഞാൻ ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ ഒന്ന് മൂളിയിട്ട് ഡോർ അടച്ചു. ആകെ ചമ്മി. അമ്മ എന്ത് കരുതി കാണും? എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി ഞാൻ വേഗം കുളിച്ചു. തോർത്തി കഴിഞ്ഞ് പുറത്തു വന്ന് നോക്കിയപ്പോൾ അമ്മ എൻ്റെ ബെഡിൽ തന്നെയുണ്ട്. എൻ്റെ ഉണങ്ങിയ ഡ്രസ്സ് മടക്കി വെക്കുകയാണ് അമ്മ. എന്നെ കണ്ടപ്പോൾ അമ്മ അർത്ഥം വെച്ചൊരു ചിരി ചിരിച്ചു. ഞാനാകെ ചൂളിപ്പോയി. എൻ്റെ മോനങ്ങ് വളർന്നു പോയില്ലേ? അമ്മ ചോദിച്ചു. ഞാൻ ഒന്നും അറിയാത്ത പോലെ ചിരിച്ചു. നീങ്ങി വന്നേ, നീ വലുതായോ എന്ന് അമ്മയൊന്ന് നോക്കട്ടെ. ഞാൻ പതുക്കെ ബെഡിനടുത്തേക്ക് ചെന്നു. അമ്മ എന്നെ പിടിച്ച് ബെഡിലിരുത്തി. ഞാൻ മഴ നനഞ്ഞു നിന്നപ്പോൾ നിന്റെ നോട്ടമെല്ലാം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കൊച്ചു കള്ളൻ, നീ എല്ലാം പഠിച്ചു അല്ലേ? നീ എന്തൊക്കെ പഠിച്ചു എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ അവിടെ ഒരു കൊടുങ്കാറ്റിന് തിരികൊളുത്തുകയായിരുന്നു.